സുഹൃത്തുക്കളെ, നമ്മള് സത്യം പറഞ്ഞാല് ജൂലൈ 19 രാത്രി, അതായത് നമുക്ക് വരുമ്പോ ജൂലൈ 20 മോർണിംഗ്, ആ സമയത്ത് കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനൽ ജൂൺ 12 തുടങ്ങി ജൂലൈ 19-20 വരെ നിൽക്കുന്ന വേൾഡ് കപ്പ് ഫൈനലിന്റെ എല്ലാ ആരവങ്ങളും പതുക്കെ പതുക്കെ മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നിരൂപണങ്ങൾ വന്നു, അനലൈസിംഗ് വന്നു. ഞാൻ ഈ ചേർപ്പ് പന്തുകളി ബേസ് ചെയ്തുകൊണ്ട് ചേർപ്പിന്റെ ഫുട്ബോൾ പ്ലസ് വേൾഡ് കപ്പ് ഫൈനൽ 2026 എന്നുള്ളത്, അപ്പൊ അത് രണ്ടും നമ്മുടെ ഒരു പാഷനാണ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ ഇപ്പൊ വേൾഡ് കപ്പിന്റെ സ്പെയിനൊക്കെ കപ്പ് വാങ്ങുന്നതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഉള്ളപ്പോൾ തന്നെ അവസാനം കുറച്ച് അനലൈസിംഗ് ഉണ്ട്. തുടക്കത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, ഇപ്പൊ നമുക്കറിയാം റൗണ്ട് ഓഫ് 32 മുതലാണ് ഫൈറ്റ് ശരിക്കേ വന്നത്. നമുക്ക് ആദ്യത്തെ ഈ 12 ഗ്രൂപ്പുകൾ എന്നുള്ള കോമ്പറ്റീഷനിൽ അപ്പുറപ്പുറമൊക്കെ ആയിട്ട് ചില വൺമാൻ ഷോകൾ വന്നു, ഏകപക്ഷീയമായ ഗോളുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നെങ്കിലും ഞാൻ പൊതുവെ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് നമുക്കിപ്പോ വേൾഡ് വാർ പോലെയുള്ള, നമ്മളിപ്പോ അറിയാലോ, ഇപ്പൊ യുദ്ധം നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഈ യുദ്ധത്തിന്റെ അന്തരീക്ഷത്തിൽ മൊത്തത്തിലൊരു അഗ്രസീവായ മൂഡാണ്, ഈ വാറിന്റെ ഒരു മൂഡാണ് എല്ലാവരുടെ അടുത്തും. അക്രമാസക്തമാകുന്നത്, നെഗറ്റീവ് എലമെന്റ്സ് ധാരാളം കയറി വരുന്നു. യുദ്ധവെറിയന്മാര് വീണ്ടും വീണ്ടും ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ ഫൗൾ പ്ലേ എന്ന് പറയുന്നത് അങ്ങനെയാണ്, അതൊരു നിയമമായി മാറുന്നത്. ഫൗൾ പ്ലേകൾ മതി, നമുക്ക് കുറെ തട്ടിപ്പും മത്തങ്ങയൊക്കെ ആയിട്ട് വേറെ രീതിയിൽ കമ്മിറ്റീനെ ഇടപെട്ട് നമ്മുടെ ഒരു ആധിപത്യം, മാർക്കറ്റിംഗ് തിയറി, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ റഫറിമാരെ സ്വാധീനിച്ച് അങ്ങനെയൊക്കെ വരുന്നു എന്നുള്ള ചർച്ചകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെന്തുകൂടെ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ഓത്തന്റിസിറ്റി, അതിന്റെ ഒരു ഡിഗ്നിറ്റി, ഫുട്ബോളിന്റെ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് യൂണിവേഴ്സലായിട്ട് ഇത്രയധികം ആരാധകരെ ആകർഷിക്കുന്ന വേറൊരു സ്പോർട്സ് ഇല്ല എന്ന് പറയാം, ഗെയിം ഇല്ല എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്തിന് തന്നെ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് മാർക്കറ്റിംഗ് തിയറി വരുന്നു. എല്ലാം കച്ചവടം എന്നുള്ള സെൻസിലാണ്. ഇപ്പൊ വർക്ക് ഓഫ് ആർട്ട് ആണെങ്കിലും എത്ര ലാഭം ഉണ്ടാക്കാൻ പറ്റും, എത്ര പേരെ കൊന്നാലും കുഴപ്പമില്ല, വർക്ക് ഓഫ് ആർട്ടാണോ ഇത് ലാഭം ഉണ്ടാക്കാന്നുള്ളത്. അപ്പൊ അതേ തിയറി സ്പോർട്സിലും ഗെയിംസിലും വരുന്നു. അഴിമതി വരുന്നു, കറപ്ഷൻ വരുന്നു, ഗാംബ്ലിംഗ് വരുന്നു, ഇന്ന സ്പെക്കുലേഷൻ തിയറി എന്ന് പറയുന്നത് ഉണ്ടല്ലോ ഇവിടെ ഷെയർ മാർക്കറ്റിലേക്കുള്ള. അപ്പൊ ആ സ്പെക്കുലേഷൻ തിയറിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ കോടികൾ വെച്ച് കൊടുക്കുക, ഇന്ന റൗണ്ടിൽ ഇന്നാൾ കയറുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബെറ്റുകൾ നടക്കുന്നു. ഇതെല്ലാം ഒരുപാട് സ്പോൺസർമാരെയും പരസ്യങ്ങളെയൊക്കെ സ്വാധീനിക്കുന്ന രീതിയിലാണ് പോകുന്നത്. റൊണാൾഡോ ഒരു പെപ്സി കൊക്കക്കോളയുടെ ഒരു കുപ്പിയെടുത്ത് പ്രസ് മീറ്റിൽ താഴെ വെക്കുന്നതോടുകൂടി എത്രയോ 2000 കോടി എത്രയാണ് പെപ്സിയുടെ ഇതാണ് ലാഭമാണ് കുറഞ്ഞതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ പോർച്ചുഗലിനെ അല്ലെങ്കിൽ റൊണാൾഡോക്കെതിരെ അന്ന് തന്നെ അങ്ങനെ കോർപ്പറേറ്റുകൾ ഒരു കണ്ണുവെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സമയത്താണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ഒരു ചെറിയ തോതിലുള്ളൊരു അനലൈസിങ് എന്നുള്ള രീതിയിൽ, അപ്പം ചേർപ്പിനെ കുറച്ച് കളികളൊക്കെ കാണിച്ചുകൊണ്ട് നമ്മളിങ്ങനെ കൊണ്ടുവരികയാണത്. വേൾഡ് കപ്പിന്റെ അവസാനത്തെ ദിവസത്തെ ഞാൻ ഡേവിസിന്റെ വീട്ടിൽ ഇരുന്നിട്ടാണ് കണ്ടത്. അപ്പൊ അതിന്റെ ക്ലിപ്സ്, അതിന്റെ ആരവം, അത് ജയിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ മുന്നോട്ട് പോകുന്നത്. തൽക്കാലം ഈ മറ്റു കാര്യങ്ങളിലൂടെ കടന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിനൊരു അറ്റാക്ക് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്ന് പറയുന്ന ഒരു തലമാണ് ഞാൻ പണ്ടും ഇന്നും, അത് എല്ലാ കാര്യത്തിലും അല്ല, പ്രത്യയശാസ്ത്രമാണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും. പൊളിറ്റിക്സിൽ ഫിസിക്കൽ അറ്റാക്ക് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഐഡിയോളജിക്കലി നമ്മൾ കടന്നാക്രമിക്കണമെന്ന് ലെനിനൊക്കെ പറയുന്നത്, അങ്ങോട്ട് കയറി അടിക്കണമെന്ന് പറയുന്നത് ഐഡിയോളജിക്കലി ആണത്. ഐഡിയോളജിക്കലി നമ്മൾ അങ്ങോട്ട് കയറിയിട്ട് ക്രിട്ടിസൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് അതേ തീറി തന്നെയാണ് ഇവിടെയും വരുന്നത്. പിന്നെ ഞങ്ങൾ നാടകക്കാരുടെ ഒരു ലോജിക്കില് 1-2 കാര്യങ്ങൾ പറയാം. നമ്മൾ ഈ കളിയുടെ ഒരു മർമ്മം എന്ന് പറയുന്നത് ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഈ ഗിവ് ആൻഡ് ടേക്ക് ഞങ്ങൾ നാടകക്കാർക്കുണ്ട്. ഡയലോഗുകൾ തമ്മിലുള്ള ഒരു ഫ്ലോ, ഒരു ഗിവ് ആൻഡ് ടേക്ക്, ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ഇമോഷണൽ കണ്ടിന്യൂറ്റി. ഇതേ ടൈമിംഗ് സെക്കൻഡ് തെറ്റി നോക്കൂ. ഞാനിപ്പോ നീ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ നീ ഭക്ഷണം കഴിച്ചോടാന്ന് ചോദിക്കുമ്പോ ഉടനെ അപ്പുറത്തുള്ള ആളുടെ റിയാക്ഷൻ അതിനോട് ചേർന്ന് വരാതെ ഒരു 10 സെക്കൻഡ് വൈകിട്ട് റിയാക്ഷൻ വന്ന് നോക്കൂ, ലാഗ് ചെയ്യും കാര്യങ്ങൾ. നീ ഭക്ഷണം കഴിച്ചില്ലേന്ന് ചോദിക്കുമ്പോ അയാളുടെ റിയാക്ഷനും ഇല്ലടാ എന്ന് പറയുന്നത്. ഞാനിപ്പോ ഇങ്ങനെ ചോദിക്കടാ, നീ ഭക്ഷണം കഴിച്ചോടാ, കുറച്ച് കഴിഞ്ഞിട്ട് ഫീലിംഗ് എന്ന് പറഞ്ഞ അതേ സാധനം ഇവിടെ സപ്ലൈയിലുണ്ട്. ഈ ഫുട്ബോളിന്റെ സപ്ലൈയിൽ ഡ്രാമയുടെ ഡയലോഗുകൾ തമ്മിലുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് പോലെ തന്നെ
ആ ടൈമിൽ സംഭവിക്കണം. ആ ടൈമിൽ സംഭവിക്കുന്നത് എന്തോ ആ സെക്കൻഡ് അങ്ങോട്ട് വൈകിയ പ്രശ്നമാണ്. അത് വൺ ടച്ച് സപ്ലൈകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്പെയിനൊക്കെ അതാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ടൈമിലാണത്. സെക്കൻഡ് അങ്ങോട്ടും ടൈമിംഗ് തെറ്റില്ല, കൃത്യമായിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നിട്ട് അവസാനം അറ്റാക്ക് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്ന് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്, ചില കളികൾ വെച്ചിട്ട് നോക്കാം. എന്തായാലും നമുക്ക് ചേർപ്പിൽ നാടൻ ഫുട്ബോൾ, നമ്മുടെ നാട്ടിലെ ഫുട്ബോളിന്റെ പ്രത്യേകത ഡിഫൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. നിരന്തര എതിർ പോസ്റ്റിലേക്ക് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ നമ്മൾ കുറച്ച് ക്ലിപ്പുകൾ ഇടുന്നതെന്ന് മനസ്സിലാവുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഇതിലേക്ക് പോകാം. Woke up late, missed the morning glaze, but the sunlight hits in so many ways. Grabbed my shades and hit the streets, no plan, chasing vibes like seashells in the sand. Radio hums a tune I can't name, crooked smiles, crashing waves, no shame. Flip my phone, toss it in my bag. Today's for us, no time to lag. Feel the world just turning slow. Let the breeze tell us where to go. Every step a beat we can make. Life's a tune, sing it till we break. Concrete warm under my bare feet. Crowds moving like a heartbeat. Skipping stones in city streams we find. Let's write a new story, leave the old behind. Someone's cooking love in the air, I swear. Every spark in their voices shows they care. Colors splash like secrets on these walls, while laughter echoes through. Feel the world just turning slow. Let the breeze tell us where to go. Every step a beat we can make. Life's a tune. Woke up late, missed the morning glaze, but the sunlight hits in so many ways. Grabbed my shades and hit the streets, no plan, chasing vibes like seashells in the sand. Radio. സുഹൃത്തുക്കളെ, സ്പെയിൻ്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചു, ഒരൊറ്റ ഗോളേ വഴങ്ങിയിട്ടുള്ളൂ. ഈ 48 ടീമുകളുള്ള കാരണം മൊത്ത കളി ഫൈനൽ വരുന്നവർക്ക് 8 കളി കളിക്കേണ്ടി വരും. ഒറ്റ ഗോളേ വഴങ്ങിയിട്ടുള്ളൂ. ആ സിമോൺ എന്ന് പറഞ്ഞ കോളിയുടെ മിടുക്ക്, കുബാർസി മുതൽ കുക്കറിനി ആ അദ്ദേഹം അടങ്ങുന്ന ആ ടീം ബാക്ക് ഡിഫൻസിന്റെ ഒക്കെ മിടുക്കാണത്. മാത്രമല്ല മധ്യനിര ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഡിഫൻസിനും ഫോർവേഡിനും ഭാരം കുറയുന്നു. കളി മെനയുന്നതും മധ്യനിരയിലാണ്. അപ്പൊ ആ രീതിയിൽ അത് ഗംഭീരമായിട്ടുള്ള അവസ്ഥയാണത്. പിന്നെ ഈ ഗംഭീര കളിയാണ് സ്പെയിൻ കാഴ്ചവെച്ചിരിക്കുന്നത്. ഗംഭീര കളിയാണ്. ഇപ്പോ ഒരുപാട് ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്തു. അവർക്ക് ചാൻസ് കുറഞ്ഞിട്ടല്ല, അർജന്റീന ഗോളിയുടെ മിടുക്കൊണ്ട് മാത്രമാണ്. അവിടെ നമ്മള് മാർട്ടിനസിനെ സമ്മതിക്കുന്നു. അർജന്റീന ഗോളിയുടെ മിടുക്കൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ 6 ഗോൾ മിനിമം സ്പെയിൻ അടിക്കേണ്ട സമയമായി. നമ്മൾ പഴയ കഥയിലേക്ക് പോകുമ്പോൾ 2010 ഇങ്ങനെ തന്നെയാണ്. ഈ എക്സ്ട്രാ ടൈമില് സെക്കൻഡ് ഹാഫിലോ ഫസ്റ്റ് ഹാഫിലോ സെക്കൻഡ് ഹാഫിലോ മറ്റാണ് അന്നും 2010 സ്പെയിൻ ഗോൾ അടിക്കുന്നത്, ഹോളണ്ടിനെ തോൽപ്പിക്കുന്നത്. അന്ന് ഇനിയസ്റ്റയാണ് ആ ലാസ്റ്റ് ടൈമിൽ ഗോൾ അടിക്കുന്നത്. ഗംഭീരമാണത്. ഫുൾ ടൈം കഴിഞ്ഞു, എക്സ്ട്രാ ടൈമിൽ തന്നെ
ഈ പറഞ്ഞ സെക്കൻഡ് ഹാഫ് അങ്ങനെ വരുന്ന സമയമാണ്. അപ്പൊ അതും ആ ടീം മൊത്തം ഗാലറിയിലിരുന്ന് ഇപ്പോഴും കളി കാണുന്നുണ്ട്. അവരിങ്ങനെ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും. കറക്റ്റാണ്, ഇവിടെ എക്സ്ട്രാ ടൈമിൽ രണ്ടാം പകുതിയിലാണ് വരുന്നത്. ഒരു പക്ഷേ 112 മിനിറ്റിലോ ഒറ്റാണ് വരുന്നത്. മികച്ച കളിയാണ്, സൗന്ദര്യമുള്ള കളിയാണ്, സത്യമുള്ള കളിയാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ ഫുട്ബോൾ എന്ന് പറയുന്ന മികച്ച കളി ചെയ്യുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഈ ജോൺ കീറ്റ്സ് ഒക്കെ പറയുന്ന പോലെ ബ്യൂട്ടി ഈസ് ട്രൂത്ത് ബ്യൂട്ടി, ദാറ്റ്സ് ഓൾ. ഓടി ടു ദ ഗ്രീഷ്യൻ എന്ന് പറയുന്ന കവിതയിലാണ് അത് പറയുന്നത്. സത്യമാണ് സൗന്ദര്യം, സൗന്ദര്യമാണ് സത്യം. സത്യം സൗന്ദര്യമുള്ള കളികൾ കാഴ്ചവെക്കുക. പണ്ടത്തേക്ക് ബ്രസീലിലേക്കും കളികൾ പോലെ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിലേക്ക് പോലെ തന്നെയാണ്. ഇവിടെ ഫുട്ബോളിൽ അങ്ങനെ വരുമ്പോൾ ശത്രു മിത്രമൊന്നും ഇല്ല. നല്ലത് ആര് ചെയ്യണം, അവരെ സപ്പോർട്ട് ചെയ്യണം. മികച്ച കളി കാഴ്ചവെച്ച എല്ലാ ടീമുകളെയും സപ്പോർട്ട് ചെയ്യണം. മികച്ച ഫൗളൊക്കെ ചെയ്തവരെ നമ്മൾ ഒരിക്കലും ആഘോഷിക്കരുത്. അതെനിക്ക് പറയാനുള്ളത്, ആഘോഷിക്കരുത്. ഫൗള് ചെയ്യുന്നവർ എത്ര വലിയ ആരാധകരാണെങ്കിലും നമ്മൾ അതിനെ വിമർശിക്കാനുള്ള ഒരു ഡയലക്ടിക്കൽ ക്രിറ്റിസിസം നമ്മുടെ കയ്യിൽ വേണം. ഫൗളിനെ നമ്മൾ ഒരിക്കലും ആഘോഷിക്കരുത്. ഫൗള് ചെയ്തു എൻ്റെ ടീമല്ലേ, അതൊന്നും കൊടുക്കരുത്. ബ്രസീലാണെങ്കിലും ഞാൻ കൊടുക്കില്ല. പോർച്ചുഗൽ എൻ്റെ രണ്ടാമത്തെ മികച്ച ടീമാണ്, സ്പെയിൻ മൂന്നാമത്തെ ടീമാണ്, ബ്രസീലാണ് ഫസ്റ്റ് ടീം. അതിൽ ആര് ഫൗൾ ചെയ്താലും ഞാൻ സമ്മതിക്കാറില്ല. നല്ലത് കാഴ്ചവെക്കുക. സോക്കർ വാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധം എന്ന് പറയുന്നത് ശരിയാണ്. യുദ്ധം, ഒറിജിനൽ യുദ്ധത്തിൽ ഞാൻ ആക്രമണത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. ഞാൻ അവിടെ ഡിഫൻസിനാണ് ജനതയോട് പറയാ, ഒറിജിനൽ യുദ്ധത്തിൽ. പക്ഷെ സോക്കർ വാറിൽ നേരെ തിരിച്ചാണ്. ഡിഫൻസ് ഒരു ഡെത്താണ് ശരിക്കും, ആക്രമിക്കുക എന്നുള്ളതാണ്. അതാണ് അറ്റാക്കാണ് സോക്കർ വാറിൽ. നമ്മുടെ റിയൽ സാമ്രാജ്യത്വ യുദ്ധങ്ങളിൽ ഒരിക്കലും വാറിലെ അറ്റാക്ക് നമ്മൾ പ്രോത്സാഹിപ്പിക്കാറില്ല. സോക്കർ വാർ തമ്മിലുള്ള വ്യത്യാസമാണ്. പിന്നെ ഈ റഫറിമാര് തീർച്ചയായിട്ടും ഒരു അങ്ങനെ സപ്പോർട്ട് ചെയ്തൊന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യം യെല്ലോ കാർഡ് ഒക്കെ അർജന്റീനയ്ക്ക് അവസാന കളിയുടെ ഫോൾട്ട് മനസ്സിലാക്കി തന്നെ കൊടുത്തിട്ടുണ്ട്. 2 യെല്ലോ കാർഡ്, റെഡ് കാർഡൊക്കെ കൊടുക്കുന്ന ഒരവസ്ഥയിൽ വന്നിട്ടുണ്ട്. 4-5 യെല്ലോ കാർഡ് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. സൗദി അറേബ്യ ആയിട്ടുള്ള 2022 ഫസ്റ്റ് കളിയിൽ അദ്ദേഹമായിരുന്നു റഫറി എന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപക്ഷെ സ്പെയിനിന്റെ ഒരു ഗോള് ആവശ്യമില്ലാതെ നിഷേധിച്ച പോലെയും തോന്നിയിട്ടുണ്ട്. വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു എന്നൊക്കെ ഉണ്ട്. എന്തായാലും പവർ ഗെയിം, പവർ ടോട്ടൽ ഗെയിം. ഒരു വൺ മാൻ ഷോ ഇല്ല അവിടെ. സ്പെയിനിൽ ഒരു മെസ്സിയോ എംബാബയോ ഒരു വിനീഷ്യസ് ജൂനിയറോ ഇല്ല. സുഹൃത്തുക്കളെ, ഇതിപ്പോ റൗണ്ട് ഓഫ് 32യുടെ ഒരു ലിസ്റ്റാണ്. റൗണ്ട് ഓഫ് 32യുടെ ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. ഇപ്പോ റൗണ്ട് ഓഫ് 32 ഔദ്യോഗിക ഫിക്ചറിൽ ദക്ഷിണാഫ്രിക്ക, കാനഡ, ബ്രസീൽ, ജപ്പാൻ, ജർമ്മനി, പരാഗ്വേ, നെതർലാൻഡ്, മൊറോക്കോ, ഐവറി കോസ്റ്റ്, നോർവേ, ഫ്രാൻസ്, സ്വീഡൻ, മെക്സിക്കോ, ഇക്വഡോർ, ഇംഗ്ലണ്ട്, കേപ്പ് വെർദെ, DR കോങ്കോ, ബെൽജിയം, സെനഗൽ, അമേരിക്ക, ബോസ്നിയ, സ്പെയിൻ, ഓസ്ട്രിയ, പോർച്ചുഗൽ, ക്രൊയേഷ്യ, സ്വിറ്റ്സർലൻഡ്, അൾജീരിയ, ഓസ്ട്രിയ, ഈജിപ്ത്, അർജന്റീന, കേപ്പ് വെർദെ, കൊളംബിയ, ഘാന. ഇതിലേറ്റവും നന്നായി അറ്റാക്ക് ചെയ്ത ടീമുകളെല്ലാം റൗണ്ട് ഓഫ് 16ലേക്ക് കയറി എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഈ ഒരു ലിസ്റ്റ് പ്രകാരം നമ്മൾ ഡിഫൻസ് മാത്രം ചെയ്ത ടീമുകൾ ഇപ്പൊ നമുക്കറിയാം. റൗണ്ട് ഓഫ് 16ലേക്ക് വരുമ്പോൾ നോക്കൂ, കാനഡ, മൊറോക്കോ ഫൈറ്റ് ചെയ്ത് വരുന്നൊരു ടീമാണ്. ഫ്രാൻസ്, പരാഗ്വേ ഈ ഡിഫൻസിൽ കൂടുതൽ ഊന്നിക്കൊണ്ട് പണ്ടും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിന്റെ ദുരന്തം അവർക്ക് കിട്ടി. ഫ്രാൻസ്, പരാഗ്വേ. പോർച്ചുഗൽ, സ്പെയിൻ 2 ടീം അറ്റാക്കിംഗ് ടീമാണ്. അതിന്റെ ടൈമിംഗ് ആണ് നേരത്തെ ഞാൻ നാടകത്തിൽ പറഞ്ഞ പോലെ ആ ഗിവൻ ടേക്കിൽ വരുന്ന ഡിലേകള്, ടൈമിംഗ് തെറ്റുന്നതൊക്കെയാണ് പ്രശ്നം. അവിടെയാണ് സ്പെയിൻ സ്കോർ ചെയ്യുന്നത്. അർജന്റീന, അമേരിക്ക, ബെൽജിയം വളരെ ശക്തമായിട്ട് കളിച്ചു വന്ന ടീമാണ്. അമേരിക്ക, ബെൽജിയം കൂടുതൽ അറ്റാക്ക് ചെയ്തുകൊണ്ട്. ബ്രസീൽ, നോർവേ. യെസ്, ഇതാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട ടീം ബ്രസീലാണ്. പക്ഷെ ബ്രസീൽ തവണ ചെയ്തത് ആദ്യത്തെ ഗ്രൂപ്പിലെ കളികളിൽ കഴിഞ്ഞിട്ട് സ്കോട്ട്ലാൻഡിന് 3 മറ്റേ ഇവർക്ക് ഹെയ്ത്തിക്കൊക്കെ 3 വെച്ച് കൊടുത്തുകൊണ്ടുവന്ന് മൊറോക്കോ ആയിട്ട് 1-1 അങ്ങനെ വന്നിട്ട് റൗണ്ട് ഓഫ് 32 വരുമ്പോൾ ജപ്പാനെയാണ്. ജപ്പാൻ 2-1 ജപ്പാനെ തോൽപ്പിക്കുന്നത് ഒരു അറ്റാക്കിംഗ് സ്വഭാവം ഉണ്ടായിരുന്നു ലാസ്റ്റ് മൊമെന്റ് വരെ. ആൻസലോട്ടി എന്ന് പറയുന്ന കോച്ച്, ഇന്റർനാഷണൽ കോച്ചാണ്. പക്ഷെ അറ്റാക്കിംഗ് സ്വഭാവം കൂടുതൽ ബ്രസീലിനെ അഗ്രസീവ് ആക്കുന്ന രീതിയിലേക്ക് തുറന്ന് കളിക്കാനായിട്ടുള്ള ഒരു ഫ്രീഡം കൊടുത്തിരുന്നു. ഈ പറഞ്ഞ നെയ്മർ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലല്ലോ അതിന്റെ ഇത്. നല്ല അറ്റാക്കിംഗ് നിരയുണ്ട്, മധ്യനിര കുഴപ്പമില്ല, ബാക്കും ഒക്കെ ആയിട്ട് നല്ല ടീമായിട്ട് വന്നു. അങ്ങനെയാണ് ഈ റൗണ്ട് ഓഫ് 32 മറ്റേ ഇവരെ തോൽപ്പിക്കുന്നത്, നമ്മുടെ ജപ്പാനെയൊക്കെ തോൽപ്പിക്കുന്നത്. അപ്പൊ ആ റൗണ്ട് ഓഫ് 32 കഴിഞ്ഞു വരുമ്പോൾ നമ്മൾ ആലോചിച്ചത് ഇത്രയും നല്ല ശക്തമായ ഒരു അറ്റാക്കിംഗ് നിര എന്തുകൊണ്ടാണ് നോർവേയുടെ അടുത്ത് വരുമ്പോൾ പിഴവുകൾ പോകുന്നത്.
തീർച്ചയായിട്ടും തുടക്കം മുതൽ ഇവരുടെ ഈ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി അല്ലെങ്കിൽ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഊർജം, ഒരു പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള മൈൻഡ് നിലനിർത്താൻ കോച്ചിനോ ടീമിന്റെ അകത്തുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക്. നമ്മൾ നാടകത്തിന്റെ ഡയലോഗ് അങ്ങോട്ട് കൊടുത്തു നാടകം ഗംഭീരമാക്കണം, ലാസ്റ്റ് മൊമെന്റ് വരെ അതിന്റെ ഇമോഷണൽ കണ്ടിന്യൂറ്റി പോയിട്ട് ഗംഭീരമായിട്ടുള്ള ക്ലൈമാക്സിൽ എത്തിയിട്ട് അതിഗംഭീരമായിട്ട് തന്നെ വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ നാടകക്കാര് ഓരോ പ്രൊഡക്ഷൻ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ഈ ടീമുകൾ കളിക്കളത്തിലെ നാടകം അല്ലെങ്കിലും അവർ തമ്മിലുള്ള ഗിവ് ആൻഡ് ടേക്ക്. അവിടെ ബ്രസീലിന് കൈന്ന് പോയി എന്നുള്ളത്. ഒരുപക്ഷെ ആ കളി ജയിച്ചിരുന്നെങ്കിൽ ഇപ്പൊ നോർവേയുടെ അടുത്ത് നോക്കും 12ാം മിനിറ്റിൽ ഒരു പെനാൽറ്റി കിട്ടുന്നു. അപ്പൊ ആ പെനാൽറ്റി മിസ്സാക്കുന്നു. 62ാം മിനിറ്റിൽ എൻട്രിക്കിന് ഗംഭീരമായ ഒരു ഓപ്പൺ ചാൻസ് കിട്ടുന്നു. 2006 കളിയിൽ റൊണാൾഡോ ഇതേപോലെ ഗോളി മാത്രമുള്ളപ്പോ സിമ്പിൾ ആയിട്ട് ഉള്ളിലാക്കിയിട്ടുണ്ട്. ഗോൾ അടിച്ചിട്ടുള്ള കഥ ക്ലിപ്പുകൾ വന്നിരുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ 62ാം മിനിറ്റിൽ വരുന്ന എൻട്രിക്കിന്റെ പിഴവ് ഇത് കഴിഞ്ഞിട്ട് 80 മിനിറ്റോളം ഡിഫൻസ് മാത്രമായിട്ട് നിൽക്കുക. നെയ്മറെ ഒരു പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ കളിപ്പിച്ചിരുന്നെങ്കിൽ ആ പെനാൽറ്റി നെയ്മർ എടുക്കുകയും മുന്നോട്ട് പോവുകയും പിന്നീട് കളിയുടെ താളം തെറ്റും. മൊത്തം താളം തെറ്റില്ല, താളം മാറും. ഭയങ്കര പോസിറ്റീവ് എനർജിയിൽ നോർവേനെ തകർത്ത് തരിപ്പണമാക്കാമായിരുന്നു. 2-0 3-0 3-1 തോൽപ്പിക്കാമായിരുന്നു. ആ കളിയാണ് അവിടെ നിന്ന് കയ്യിൽ പോകുന്നത്. അവിടെ നിന്ന് മുതൽ എന്തോ ഒരു എനർജി കുറവ്. നേരത്തെ പറഞ്ഞ ഡയലോഗിന്റെ ഗിവ് ആൻഡ് ടേക്ക് പോലെ സപ്ലൈകളുടെ ഗിവ് ആൻഡ് ടേക്ക് ശരിയാവില്ല, മിസ്പാസുകൾ വരുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് അറ്റാക്ക് ഇസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്ന് മറന്നുകൊണ്ടാണ്. അറ്റാക്ക് ഇസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്ന് ചെയ്ത ടീമുകൾ അതിൽ സ്പെയിനാണ് ഏറ്റവും മുന്നിൽ. അറ്റാക്ക് ഡിഫൻസും ബാലൻസ് ചെയ്ത് ലാസ്റ്റ് മൊമെന്റ് ഒരു പന്തടക്കത്തിൽ പോകുന്നു എന്നുള്ളതാണ് അതിന്റെ. അപ്പോൾ അവിടെ ബ്രസീലിന് പഴച്ചതാണ്. ഇംഗ്ലണ്ട് മെക്സിക്കോയുടെ അകത്ത് ഇംഗ്ലണ്ട് കയറുന്നു. അർജന്റീന ഈജിപ്തിലാണ് നമ്മൾ ഏറ്റവും ഭീകരമായിട്ടുള്ള റഫറിയുടെ നിരുത്തരവാദപരമായിട്ടുള്ള കളിക്കുന്നത്. അല്ലെങ്കിൽ ഈജിപ്തിന്റെ മുമ്പിൽ അർജന്റീന അവസാനിച്ച് പോകേണ്ടതായിരുന്നു. മനസ്സിലായ? ആ ഈജിപ്ത് ജയിച്ചു നിൽക്കുന്ന 2-0 ജയിച്ചു നിൽക്കുന്ന സംഗതി അവസാന 10 മിനിറ്റിൽ അവർ വീക്കാവുന്ന സ്ഥലത്ത് അർജന്റീന പതിയിരുന്ന് ആക്രമിക്കുന്ന ഒരു ടീമാണ്. എവിടെയൊക്കെയോ ശത്രു വീക്കാവുന്നു നോക്കിയിട്ട് സ്പീഡാക്കുകയോ അങ്ങനെയൊക്കെ ഒരു ടെക്നിക്ക് ഉണ്ട് അവരുടെ. അപ്പൊ അത് മുന്നേ കാണണം. അവരുടെ ഗെയിം പ്ലാൻ നേരത്തെ വന്ന ഗെയിം പ്ലാനിൽ കാണാതെ പോയി എന്നുള്ളതാണ്. ആ പതിയിരുന്ന് ആക്രമിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ സിംഹം കടുവൊക്കെ ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. ശത്രു വീക്കായി കിടക്കുന്ന സമയത്ത് പൊളിറ്റിക്സിലുണ്ട് അത്. ഇപ്പൊ പൊളിറ്റിക്സ് സോവിയറ്റ് യൂണിയൻ തകർന്നു കിടക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ എങ്ങനെ ആക്രമിക്കാം, അല്ലെങ്കിൽ ഇലക്ഷനിൽ LDF തോറ്റു നിൽക്കുമ്പോൾ മുഴുവൻ ആക്രമിക്കാം എന്നുള്ള വലതുപക്ഷത്തിന്റെ ലൈനുണ്ട്. ഇതേ ലൈൻ തന്നെയാണ്, ഈ വലതുപക്ഷ ലൈനാണ് അർജന്റീനയ്ക്ക് ഉള്ളത്. അല്ലാണ്ട് കളി തുടക്കം മുതലേ ഞങ്ങളുടെ ഒരു ഡിഗ്നിറ്റിയുള്ള അന്തസ്സുള്ള ഒരു കളി കളിച്ച് ജയിക്കണമെന്ന് സ്പെയിൻ ആഗ്രഹിക്കുന്ന പോലെ, അല്ലെങ്കിൽ ബ്രസീലൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് നല്ല കളി കളിച്ച് തന്നെ ജയിക്കണമെന്ന്. പറ്റാതെ പോകുന്നത് ഈ പറഞ്ഞ കോച്ചിന്റെയൊക്കെ ഡിസിഷനും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ടാണ്. അപ്പൊ അർജന്റീന അങ്ങനെയല്ല, സൂത്രപ്പണികളിലൂടെ എങ്ങനെ കയറണം എന്ന് ആലോചിക്കുന്ന ഒരു പരിപാടി ഉണ്ട് അവർക്ക്. അങ്ങനെ ജയിക്കാമെന്നാണ് ഇപ്പോ ലോകത്തിന്റെ യുദ്ധവീരന്മാരുടെ ഒരു നിയമം പഠിപ്പിക്കുന്നത്. അപ്പൊ അതില് ഒരു പ്രത്യേക സ്കോറിംഗ് മെന്റാലിറ്റിയാണ് ഈജിപ്തിന്റെ മുമ്പിൽ അവർ കാണിക്കുന്നത്. പിന്നെ റഫറിയുടെ സപ്പോർട്ട്. ഒന്നാമത്തെ കാര്യം, മാർക്കറ്റിംഗില് ഈ ഇപ്പൊ മിയാമി ക്ലബിലൊക്കെ കളിക്കുന്നതാണ് മെസ്സി. തീർച്ചയായിട്ടും വേൾഡ് കോർപ്പറേറ്റുകളുടെ മുൻപിൽ മെസ്സി പോലുള്ള ഒരാൾ ഫൈനലിലൊക്കെ വരുന്നു, അല്ലെങ്കിൽ ഫ്രാൻസ് വരുന്നു, അർജന്റീന വരുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു ബെറ്റുകളുടെ ഒരു ലോകത്ത്, അല്ലെങ്കിൽ ആ ഒരു ടിക്കറ്റ്സ് പോകുന്നതിന്റെ അകത്തുള്ള ഒരു അവസാനം കൊണ്ട് ലാസ്റ്റ് വരുമ്പോൾ ഇവരുടെ ഫോൾട്ടുകളൊക്കെ തിരിച്ചു കാരണം അവരെ അവസാന ഫൈനലിൽ വരുമ്പോൾ അർജന്റീനയുടെ കെയർ ഓഫിലുള്ള ടിക്കറ്റ്സ് ഒക്കെ വിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ അർജന്റീനയ്ക്ക് വരുന്ന പിഴവുകളെല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് പടയ്ക്കാം. അങ്ങനെയാണ് യെല്ലോ കാർഡ് റെഡ് കാർഡൊക്കെ വരുന്നത്. അങ്ങനെ ഒരു തിയറി കൂടിയുണ്ട്. തീർച്ചയായിട്ടും ഈ കളിയിൽ ബ്രസീൽ നോർവേയെ തോൽപ്പിച്ച് കയറുകയാണെങ്കിൽ പിന്നെ വരേണ്ടത് നമുക്കറിയാം ഇംഗ്ലണ്ടിന്റെ മുമ്പിലായിരുന്നു. ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കുമായിരുന്നു. പണ്ട് ഇംഗ്ലണ്ടിനെ നമുക്കറിയാം 2-1 തോൽപ്പിച്ചുള്ള ചരിത്രം 2002 വേൾഡ് കപ്പിൽ എടുക്കുന്നത്. ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കണമായിരുന്നു. ഇംഗ്ലണ്ട് അതുപോലെ തന്നെ അർജന്റീനയെ തോൽപ്പിച്ചിട്ട് കയറണമായിരുന്നു. അതിന്റെ അവിടെയും ഈ വീക്ക് പോയിന്റ് മുതലെടുത്തുകൊണ്ടാണ് അർജന്റീന കയറിയത്. ഇംഗ്ലണ്ടിന് കയ്യിൽ പോയി. അവിടെ ഈ അറ്റാക്കിങ്ങിന്റെ സ്വഭാവം മാറുന്നു, ഡിഫൻസിലേക്ക് ഇറങ്ങുന്നു. അവർ പിന്നെ ഇതേ അർജന്റീനയും സ്വിറ്റ്സർലൻഡും വരുമ്പോൾ 10 പേരായിട്ട് സ്വിറ്റ്സർലൻഡ് ചുരുങ്ങി എന്ന് പറയുമ്പോൾ തന്നെ 10 പേരാണെങ്കിലും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. 10 പേരാണ് ഗറില്ല യുക്തി വേണം. ആ 10-40 മിനിറ്റ് വെറുതെ ഡിഫൻസിൽ നിന്നിട്ടാണ് അർജന്റീന അവർക്ക് അവസാനം കയറിയിട്ട് പണി തരുന്നത്. അപ്പൊ ഇങ്ങനെ ഈ അർജന്റീന ഈജിപ്തിന് മുമ്പിൽ പോയിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അതുപോലെ നോർവേയുടെ മുമ്പിൽ ബ്രസീൽ ജയിച്ചിരുന്നെങ്കിൽ നെക്സ്റ്റ് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചുകൊണ്ട് അർജന്റീന വന്നെങ്കിൽ ഇല്ലെങ്കിൽ ഈജിപ്ത് ആയിരിക്കും കിട്ടുമായിരുന്നു. തീർച്ചയായിട്ടും ബ്രസീൽ ഫൈനലിൽ വരേണ്ട ഒരു ടീമായിരുന്നു. ഞാനിപ്പോഴും പറയുന്നു, ഫൈനലിൽ വരേണ്ട ടീമായിരുന്നു. മനസ്സിലായ? ഫൈനലിൽ സ്പെയിനും ബ്രസീലും വന്നിരുന്നെങ്കിൽ ഞാൻ പോസ്റ്റ് പോലും ഇട്ടിരുന്നു.
പോർച്ചുഗലാണ് പിന്നെ എൻ്റെ മറ്റൊരു ടീമായിരുന്നു, അത് പിന്നെ നേരത്തെ കയ്യിൽ പോയി. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഒരു പേര്. അപ്പൊ ഞാൻ പറഞ്ഞ അറ്റാക്കിസ്റ്റ് സ്വിറ്റ്സർലൻഡ് കൊളംബിയനെ തോൽപ്പിച്ച് കയറി വരുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു അറ്റാക്കിംഗ് ഗെയിം ഇവര് അർജന്റീനയുടെ മുമ്പിൽ സ്വിറ്റ്സർലൻഡിന് പറ്റാതെ പോയി. അതുപോലെ ഇപ്പുറത്ത് ഫ്രാൻസ്, ഈ അമേരിക്ക, ബെൽജിയം, ഫ്രാൻസ്, പോർച്ചുഗൽ, സ്പെയിൻ പോർച്ചുഗൽ ഈക്വൽ ഗെയിമാണ്. അവിടെ ചെറിയ പഴവുകളാണ് ഈ പോർച്ചുഗലിനെ പറ്റിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് രണ്ട് ടീമാണ്. പോർച്ചുഗൽ കയറുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്, സംഭവിച്ചില്ല. ഞാൻ ചുരുക്കി പറയാം, ഫ്രാൻസ് പരാഗെ മത്സരം ഞാൻ ഇതിങ്ങനെയാണ്, ഫുള്ള് ഡിഫൻസിൽ പരാഗെ നിന്ന് അവസാനം എംബാപ്പെ കയറിയൊക്കെ മേയുന്ന രീതിയിലേക്കാണ് വരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു തിയറി ഉണ്ട്, അറ്റാക്ക് ഇസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്നുള്ളത്. അത് സ്പെയിനിന്റെ ഇതിൽ നിന്ന് നമ്മൾ കൂടുതൽ പഠിക്കേണ്ട മറ്റൊരു ഗ്രാമർ ഉണ്ട്. ബോട്ട് പൊസഷൻ എന്ന് പറയുന്നത് ചുമ്മാ നമ്മൾ ഈ ഗറില്ലകളുടെ പോലെ ആയുധം കയ്യിൽ വെച്ച് മൂർച്ച കൂട്ടി ഇങ്ങനെ ഇരുന്നാൽ പോരാ, അറ്റാക്ക് ചെയ്യണം എന്നുള്ളതാണ്. കുറച്ചായുധം കൊണ്ട് കൂടുതൽ പേരെ ആക്രമിക്കുക എന്നുള്ളത്, അതാണ് ഗറില്ല യുക്തി. 10 പേര് 10,000 പേരെ എങ്ങനെ ആക്രമിക്കും എന്നുള്ളത്. അപ്പോ ആയുധങ്ങൾ കയ്യിൽ വെച്ചിട്ട് മൂർച്ച കൂട്ടി ഇരുന്നാൽ പോരാ, അത് എവിടെ കൊള്ളിക്കണം, എവിടേക്ക് അറ്റാക്ക് ചെയ്യണം എന്നുള്ളതും കൂടി പഠിക്കണം. അപ്പൊ അറ്റാക്ക് പഠിപ്പിക്കുന്ന ഒരു കോച്ച് ഉണ്ടെങ്കിൽ അത് ആ കോച്ചാണ് കൂടുതൽ വിജയിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ആൻസലോട്ടി അന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഈ കുറവ് ഗോള് വഴങ്ങുന്ന ടീം ഏതോ അതാണ് വേൾഡ് കപ്പ് എടുക്കുക എന്ന് പറഞ്ഞ പോലെ ഒരു പ്രസ്താവന തോന്നുന്നു. ശരിയാണ്, ഒരു ഗോളെ സ്പെയിൻ വഴങ്ങിയിട്ടില്ല, കൂടുതൽ അങ്ങോട്ട് ഒരുപാട് വാരിക്കോരി അടിച്ചിട്ടില്ല, ഒരെണ്ണേ വഴങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഇവിടെയാണ് നമ്മൾ അറ്റാക്ക് ഇസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിലും ക്രിയേറ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്നതാണ് ഇസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്ന് പറയുന്ന പോലെ. ഇന്ന് വിമർശിക്കേണ്ടത് ഇന്ന് വിമർശിക്കണം, നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറുമ്പ് കടിച്ച് ചാവുന്ന ലോകമാണ്. അപ്പൊ എന്തെങ്കിലും ഒരു വിഷമുള്ള സാധനത്തിൽ തൊട്ടു വന്ന ഉറുമ്പാണ് നമ്മളെ കടിക്കുന്നത് പോയി. അപ്പോ വളരെ ശ്രദ്ധിക്കണം. ഈ പാർട്ടികള് ആയിട്ട് കോക്രോച്ച് പാർട്ടിയൊക്കെ ചെയ്യുന്ന അവര് CJP ഒക്കെ ചെയ്ത ഒരു ആഹ്വാനം എന്ന് പറയുന്ന അറ്റാക്ക് എന്നുള്ളതാണ്. അത് ഫിസിക്കൽ അറ്റാക്ക് അല്ല. ഇവിടെ ഫിസിക്കൽ അറ്റാക്കിനെ കുറിച്ചാണ്, ഫൗളുകൾ മാത്രം ചെയ്യുന്ന ടീം, അതിന് കൈയടിക്കുന്ന ഒരു യൂത്ത്. അർജന്റീനയുടെ ആരാധകർ ഇനി എന്ത് കണ്ടിട്ടാണ് ഇവരെ കൊണ്ട് നടക്കുന്നത്? കളി കഴിഞ്ഞിട്ടും ശരീരം കൊണ്ട് അറ്റാക്ക് ചെയ്യുക, യുദ്ധവറിയന്മാരെ പോലെ, അല്ലെങ്കിൽ ഇമ്പീരിയലിസം, സാമ്രാജ്യത്തെ പോലെയൊക്കെ ഇങ്ങനെ ആക്രമിക്കുന്ന രീതി. എന്നിട്ട് അതിന് കുറെ ആരാധകർ കൊണ്ടു നടക്കുക. കഷ്ടമാണ് കേട്ടോ. ആ ആരാധകർ ഒന്നിൽ സ്പെയിന്റെയോ ബ്രസീലിന്റെയോ പോർച്ചുഗലിന്റെയോ ആരാധകരായി മാറേണ്ട സമയം കഴിഞ്ഞു. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. അപ്പം ഫിസിക്കൽ അറ്റാക്ക് അല്ല, നമ്മുടെ ഇമാജിനേഷൻ കൊണ്ടും ക്രിയേറ്റിവിറ്റി കൊണ്ടും, ക്രിയേറ്റീവായിട്ടുള്ള നല്ല നല്ല ഗെയിം കൊണ്ടും, നല്ല നല്ല ഡയലോഗുകളെ കൊണ്ട് നമ്മൾ നാടകക്കാരൻ അതിശക്തമായിട്ട് ഓഡിയൻസിനെ കയ്യിലെടുക്കുന്ന പോലെ ആ ഇമോഷൻ കണ്ടിന്യൂറ്റി കൊണ്ട് തന്നെ എങ്ങനെ ഒരു സെക്കൻഡ് വിടാതെ കോർട്ടിന്റെ എല്ലാ ഏരിയയിലുള്ളവരെയും ഒരുമിച്ച് കൂട്ടിയണക്കി കൊണ്ടുപോകുന്ന, അതാണ് സ്പെയിന്റെ ഒരു മെത്തേഡായിരുന്നത്. അപ്പുറത്തുള്ള 10 സെക്കൻഡിനകത്ത് കൂടുതലും മറ്റുള്ള എതിർ ടീമിന് ബോൾ പൊസിഷൻ സമ്മതിക്കില്ല. അവരെന്തുകൊണ്ടാണ് സമ്മതിക്കാത്തത്? അവർ പുറകോട്ട് വരുന്ന രീതിയില്ല. പുറകോട്ട് വന്നാൽ പെടും. അർജന്റീനയുടെ പല മെസ്സി ഒരു മൂവ്മെന്റ് നടത്തുമ്പോൾ സ്വിറ്റ്സർലൻഡുകാർ ഇങ്ങനെ പുറകോട്ട് പോകും, ഈജിപ്ത് പുറകോട്ട് പോകും. അപ്പൊ സ്വന്തം പിന്നെ പെനാൽറ്റി ബോക്സ് വരെ എതിർ ടീം ഇങ്ങനെ കയറി വരുന്നോടത്തേക്കുള്ള ചാൻസ് കൊടുക്കണം. അത് വരരുത്. അപ്പുറത്ത് ബോൾ കിട്ടി കഴിഞ്ഞാൽ 2-3 പേര് ഒരു 10 തവണയെങ്കിലും ആ പൊസിഷൻ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ തന്നെ എതിർ ടീമിന്റെ ബാലൻസിങ് തെറ്റും. അതാണ് സ്പെയിൻ പ്രാക്ടീസ് ചെയ്തത്. സൈക്കോളജിക്കലായിട്ടുള്ളൊരു കീഴടക്കലാണ്. ഫിസിക്കലി അവര് അത്രയധികം അങ്ങനെ ഫൗള് എന്ന് പറയുന്നത് അവരുടെ ക്രെഡിറ്റിൽ അധികം ഇല്ല. പക്ഷെ സൈക്കോളജിക്കലി അവര് എന്ത് ചെയ്യുന്നു, അവര് ഡോമിനേറ്റ് ചെയ്യുമെന്നുള്ളത് എതിർ ടീമിന്റെ സൈക്കിൾ ഭയങ്കരമായിട്ടൊരു ഹൊറർ ഫിലിം പോലെ ഒരു ഷോക്കിന് കൊടുത്തുകൊണ്ടിരിക്കുക. അതാണ് അവരുടെ വിജയം. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സൈക്കിനെ ആര് വാർത്തെടുത്തിട്ടുണ്ട്? ആ കോച്ച് വാർത്തെടുത്തിട്ടുണ്ട്. ഫുവന്റിനെയോ അങ്ങനെ എന്തോ ഒരു പേരാണ്. അപ്പോ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാല് ഈ ഫോർ ദ ബെസ്റ്റ് എന്നുള്ളത് ഈ ബെർത്തോൾഡ് ബ്രൈറ്റ് ഒക്കെ പറയുന്നത് ഗീവ് ദ പീപ്പിൾ ദ ബെസ്റ്റ്. നല്ലത് കൊടുക്കും. നല്ലത് കൊടുത്ത് ആർജിച്ച ഒരു വേൾഡ് കപ്പിന്റെ വിന്നർ ടീമാണ് ഈ വർഷത്തെ സ്പെയിൻ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ അർജന്റീനയുടെ ആ ഡാർക്ക് സൈഡ്, അല്ലെങ്കിൽ ബ്ലാക്ക് മാർക്ക് എന്ന് ഞാൻ ഉപയോഗിക്കുന്നില്ല, ബ്ലാക്ക് എന്നുള്ള വേർഡ് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല, ഡാർക്ക് മാർക്ക്, ആ ഇരുണ്ട അടിവരയിട്ട ആ അവരുടെ കുറെ പരിപാടികൾ അതേപോലെ തന്നെ ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തി. ഹിസ്റ്റോറിക്കലി അതിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല.
അവര് ആ വേൾഡ് ഫുട്ബോളിന്റെ ഒരു ഡിഗ്നിറ്റീനെ തകർക്കുന്ന രീതിയിൽ അവസാന നിമിഷം പുറംതിരിഞ്ഞ് നിൽക്കുന്നോ ഒക്കെ പറയുന്ന കാര്യങ്ങൾ, ടീമുകളെ കഴുത്ത് പിടിച്ച് തള്ളിയിടുന്നൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്ക് പ്രഷർ, ഇന്നർ പ്രഷർ കയറുന്നു. എതിർ ടീം ജയിച്ചാൽ അവർ അന്തസ്സായി കളിച്ച് ജയിച്ചാണ് അവരെ റെസ്പെക്ട് ചെയ്യുന്നത്. അപ്പോ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന്റെ ആ മാസ്മരികത മുഴുവൻ ആവാഹിച്ചെടുത്ത്, ബ്രസീലിന്റെ പഴയ കളികളുടെ സ്റ്റൈല് ആവാഹിച്ചെടുത്തിട്ടാണ് സ്പെയിൻ വരുന്നത്. ആ സ്പെയിൻ വിൻ ചെയ്തതിൽ അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും അറ്റാക്ക് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്ന് എല്ലാ കോച്ചുമാരും എല്ലാ ടീമിനെയും പഠിപ്പിക്കണം. അത് സെക്കൻഡ്സിനുള്ളിൽ എങ്ങനെ അത് വർക്ക് പ്രാക്ടീസ് ചെയ്യണം. അതിങ്ങനെ ടെമ്പോ കൂടി 1-ാം കാലത്തിൽ നിന്ന് 5-ാം കാലം കൊട്ടുന്ന മേളക്കാരന്റെ പോലെ 5-ാം കാലം കൊട്ടി ഇങ്ങനെ പാണ്ടി കൊട്ടുന്ന പോലെ, പഞ്ചാരി കുറച്ചും കൂടി സോഫ്റ്റ് ആണ്, പക്ഷെ പാണ്ടി കൊട്ടുന്ന പോലെ ഇങ്ങനെ കളിയുടെ ഒരു ത്രില്ലിംഗ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. ഞാൻ മേളത്തി നാടകത്തിനൊക്കെ ഇതിലേക്ക് കമ്പയർ ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ ചേർപ്പ് ഫുട്ബോൾ പ്ലസ് വേൾഡ് കപ്പ് ഫിഫ ഫൈനൽ, ഫിഫ വേൾഡ് കപ്പ് ഫൈനൽ എന്നുള്ള രീതിയിൽ അറ്റാക്ക് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ്. ഞാൻ സപ്പോർട്ട് അന്തിക്ക. താങ്ക് യു. waves, no shame. Flip my phone, toss it in my bag. നമ്മൾ ഡിഫൻസിൽ മാത്രം നിന്നാൽ ഫസ്റ്റ് ഹാഫ് മാത്രം ഈ നമ്മുടെ പകുതി മാത്രം ലൈവ് ആവുന്നു, അപ്പുറത്തെ പകുതി ഡെഡ് ആവുന്നു. അതായത് തിരിച്ചപ്പുറത്തെ പകുതി നമ്മുടെ തന്നെ ശവസംസ്കാരം നടക്കുന്ന സ്ഥലമായി മാറുന്നു. ഇതന്നെ ഡിഫൻസിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം. എതിരാളിയുടെ സ്ഥലത്ത് നമ്മുടെ ശവസംസ്കാരമാണ് നടക്കുന്നത്. എതിരാളിയുടെ പിറന്നാളാഘോഷം നമ്മുടെ പെനാൽറ്റി ബോക്സിലാണ് നടക്കുന്നത്. കാണികളുടെ ഇടയിലും ഇതേ ശവസംസ്കാരമാണ് നടക്കുന്നത്. ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ ഡിഫൻസ്, ജസ്റ്റ് ഡിപ്പെൻഡ് ഓൺ അറ്റാക്ക്. അറ്റാക്ക് ആൻഡ് ഡിഫൻസ് ബാലൻസ് ചെയ്യാൻ പറ്റിയാൽ ഗംഭീരം. ഓക്കെ, concrete warm under my bare feet. Crowds moving like a heart